ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു കർത്താവിൻ്റെ വരവിന് 3 കാര്യങ്ങൾ ഇവിടെ കർത്താവ് പറയുന്നുണ്ട്. 40-ാം വാക്യം മുതൽ 40-41. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർക്ക് ഒരു ദരിയലിൽ പിടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. അപ്പോൾ അത് വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന കാര്യം, യേശു കർത്താവിൻ്റെ വരവിൽ കൂടുള്ളവരെ കാണുകയില്ല. അന്ന് അപകടങ്ങൾ സംഭവിക്കും, അനർത്ഥങ്ങൾ സംഭവിക്കും. പൈലറ്റ് കർത്താവിൻ്റെ മകനാണെങ്കിൽ ഫ്ലൈറ്റിലുള്ളവർ യേശു കർത്താവ് രക്ഷ സൗജന്യമായിട്ട് നൽകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെടുക്കപ്പെടും. അതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ അടുത്ത് പറയുന്നത് ഫെയ്ത്ത്ഫുൾ ഹെഡ് ഓഫ് ദി ഹൗസ്, 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പി. കള്ളൻ വരുന്നയാമോ ഇന്നെന്ന് വീട്ടുടവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അപ്പോൾ അവിടെ വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നത് നമ്മൾക്കൊരു ഒരുക്കം ആവശ്യമാണ്. 24/7 യെരമ്യാപ്രവചനം 24-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാടാണ്. യഹോവയുടെ കണ്ണ് ലോകം മുഴുവൻ ഒരേ സമയത്ത് രാത്രിയും പകലും ഒരുപോലെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ 3-ാമത്തെ ഉപമ കർത്താവ് ഇവിടെ പറയുന്നത്, എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് ആരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്ന കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടി തിന്നു കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും നനയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോടുകൂടെ പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. വിശ്വസ്തരായിരിക്കാൻ കർത്താവ് ഈ വചനങ്ങളാൽ എനിക്ക് നിങ്ങൾക്കും കൃപ ചെയ്യട്ടെ. എപ്പോഴും വിശ്വസ്തരായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കാൻ, ഏത് നിമിഷം കർത്താവ് വന്നാലും കർത്താവിനോടുകൂടി എടുക്കപ്പെടുമെന്നുള്ള ആ വിശ്വസ്തയോടുകൂടി ഇരിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവം തമ്പുരാൻ കൃപ നൽകട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ ആഴ്ചവട്ടത്തിൻ്റെ അവസാന ദിവസത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുമ്പോൾ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരും നാളത്തെ വിശുദ്ധ ദിവസത്തിനായി ഞങ്ങളെ ഒരുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കാൻ, ഞങ്ങളെപ്പോഴും കർത്താവിൻ്റെ വചനത്തിൽ ഒരുങ്ങിയിരിക്കാൻ സഹായിച്ചാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.